അടുത്ത ഈ വർത്തമാന കാലത്ത് കാണുന്ന ഏറ്റവും ശക്തയായ രാഷ്ട്രീയം പറയുന്ന, കക്ഷി രാഷ്ട്രീയം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പൂർണ്ണാർത്ഥത്തിൽ രാഷ്ട്രീയം പറയുന്ന കേരള ജനതയെ അതിൻ്റെ എല്ലാ തനത് സവിശേഷതകളോടെയും കൂടി അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന വലിയ പോരാട്ട വീര്യമുള്ള, വലിയ കാഴ്ചപ്പാടുള്ള, വീക്ഷണകോണുള്ള ഒരു വനിതാ നേതാവ് എന്ന നിലയ്ക്ക് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കാണുന്ന, നോക്കിക്കാണുന്ന, വലിയ മാതൃകയായി കാണുന്ന ഒരു നേതാവാണ്. ആ നിലയ്ക്ക് ഞാൻ അവരെ വലിയ തോതിൽ ബഹുമാനിക്കുകയും ചെയ്യുന്നു. വലിയ നേതൃപാടവമുള്ള ഒരു നേതാവ് കൂടിയാണ്. അങ്ങനെ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ എത്ര പേരെ കണ്ടിട്ടുണ്ട്, കേരള രാഷ്ട്രീയം എത്ര പേരെ കാണാൻ നമ്മളെ അനുവദിച്ചിട്ടുണ്ട് എന്ന ചോദ്യം എൻ്റെ മുന്നിലുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, രണ്ടാം തവണ കെ ശൈലജ നിയമസഭയിലേക്ക് ജയിച്ചു വരുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു വാർത്ത വായിച്ച് നിൽക്കുന്ന എന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പക്ഷേ കെ ശൈലജ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെടുമോ എന്നൊരു ആകാംക്ഷ നിലനിൽക്കുന്ന ഒരു ന്യൂസ് മുറിയും അവിടെ നിൽക്കുന്ന, വളരെ കൗതുകത്തോടെ നിൽക്കുന്ന എന്നെയും എനിക്ക് ഓർമ്മയുണ്ട്. കെ ശൈലജയ്ക്ക് 69 വയസ്സായി എന്നാണ് ഗൂഗിൾ എന്നോട് പറയുന്നത്. എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല. 69 വയസ്സ് എന്ന് പറയുമ്പോൾ അടുത്തൊരു തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവർ മത്സര രംഗത്തുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു പ്രൊഫൈലിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു വനിതാ നേതാവ് ഉയർന്നു വരുന്നത്, ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എന്നിരിക്കെ അവർ വിജയസാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ മത്സരിച്ചു ജയിച്ചു വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വളരെ വ്യക്തിപരമായ ആഗ്രഹമാണ്. അത് എൻ്റെ മാത്രം ആഗ്രഹമല്ല. അതൊരു വലിയ ജനതയെ, ഒരു വലിയ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആഗ്രഹമാണ് എന്ന് ഞാൻ പറയുകയും ചെയ്യുന്നു. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെയല്ല കെ ശൈലജ രാഷ്ട്രീയം പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. തുന്നൽ ടീച്ചർ എന്ന അധിക്ഷേപം കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ തുന്നൽ ടീച്ചർ അല്ല എന്നല്ല കെ ശൈലജ പറഞ്ഞത്. തുന്നൽ ടീച്ചർ എന്താ, ടീച്ചറല്ലേ എന്നാണ്. അത് എല്ലാവർക്കും പറയാൻ കഴിയുന്നതല്ല. അവിടെ എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന, എല്ലാ തരത്തിലും നിങ്ങൾ ചോദിക്കുന്നതിലെ രാഷ്ട്രീയത ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു നേതാവായി കെ ശൈലജ മാറുന്നത് ഞാൻ അത്ഭുതാതരവോടുകൂടി കണ്ടിട്ടുണ്ട്. ഈ പോയ നിയമസഭാ സമ്മേളന കാലത്ത് അവർ ഭരണപക്ഷത്തിൻ്റെ ഉത്തരങ്ങളുടെ കുന്തമുനയായിരുന്നു എന്നത് ഞാൻ അഭിമാനത്തോടു കൂടി നോക്കി നിന്നു കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്.